ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വാദമാണ് വന്ദേ മാതരത്തെ ഒപ്പോസിഷൻ പാർട്ടികൾ അപമാനിക്കുന്നു. വന്ദേ മാതരം പാടുന്നതിനെ ഒപ്പോസിഷൻ പാർട്ടികൾ എതിർക്കുന്നു. വന്ദേ മാതരം നമ്മുടെ കൾച്ചറാണ്. വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമാണ്. അതിനെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ഒപ്പോസിഷൻ പാർട്ടികൾക്ക് എന്താണ് പ്രശ്നം? ഇതിലൂടെ നമ്മുടെ ദേശീയ ഗീതത്തെ അവർ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് എന്നതാണ് ഇപ്പോൾ വലതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. എന്നാൽ എന്താണ് സത്യം? എന്തുകൊണ്ടാണ് വന്ദേ മാതരം മുഴുവനായി ആലപിക്കുന്നതിന് ഇവർ പ്രശ്നമാക്കുന്നത്? വന്ദേ മാതരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള ഗാനമാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ഈ ഗാനം വലിയ പ്രചോദനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ബഹുമാനിക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. വന്ദേ മാതരം മുഴുവനായി എല്ലാവരും നിർബന്ധമായി പാടണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രശ്നമാകുന്നത്? ആദ്യം ചരിത്രം നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്ന നോവലിലാണ് വന്ദേ മാതരം ആദ്യമായി വന്നത്. ആദ്യത്തെ 2 ചരണങ്ങളാണ് പ്രധാനമായും ദേശഭക്തി ഗാനമായി സ്വീകരിക്കപ്പെട്ടത്. എന്നാൽ പിന്നീടുള്ള വരികളിൽ ഇന്ത്യയെ ഒരു ദേവീ രൂപത്തിൽ, പ്രത്യേകിച്ച് ദുർഗ, ലക്ഷ്മി, സരസ്വതി തുടങ്ങിയ ഹിന്ദു ദേവതകളുടെ പ്രതീകങ്ങളുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇതാണ് പ്രധാന പ്രശ്നം. ഒരു മതേതര രാഷ്ട്രത്തിൽ ഒരു പൗരനോട് ദേശസ്നേഹം പ്രകടിപ്പിക്കാനായി ഒരു പ്രത്യേക മതപരമായ ആരാധനാഭാവം ഉൾക്കൊള്ളുന്ന വരികൾ നിർബന്ധമായി പാടാൻ പറയുമ്പോൾ സ്വാഭാവികമായും ചോദ്യമുയരും. ദേശത്തെ സ്നേഹിക്കുന്നതിന് ഒരു പ്രത്യേക മതചിഹ്നത്തെ ആരാധിക്കേണ്ടതുണ്ടോ? ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗാനമല്ല. നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. വന്ദേ മാതരത്തിന് ഇന്ത്യയുടെ ദേശീയ ഗാനത്തോടൊപ്പം ഔദ്യോഗികമായി ഉയർന്ന സ്ഥാനമുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ വരികളും എല്ലാവരും നിർബന്ധമായി പാടണമെന്നത് വേറൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങളിൽ പ്രധാനമായും മാതൃഭൂമിയെ സ്തുതിക്കുന്ന ആശയങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് അവയെ കൂടുതൽ വിശാലമായ ദേശീയ പ്രതീകമായി കാണാൻ കഴിയുന്നു. പക്ഷെ മുഴുവൻ ഗാനം പാടുമ്പോൾ മതപരമായ പ്രതീകങ്ങളും ദേവീ ആരാധനയുമായി ബന്ധപ്പെട്ട ആശയങ്ങളും കടന്നു വരുന്നു. ഇവിടെ നമ്മൾ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഒരു ഗാനത്തെ ബഹുമാനിക്കുന്നത് ഒന്നാണ്, അതിലെ എല്ലാ വരികളും നിർബന്ധമായി ആവർത്തിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഇന്ത്യയുടെ സൗന്ദര്യം തന്നെ അതിന്റെ വൈവിധ്യത്തിലാണ്. ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈന മതക്കാരുണ്ട്, മതവിശ്വാസമില്ലാത്തവരുണ്ട്. അപ്പോൾ ദേശസ്നേഹത്തിന്റെ ഒരു പൊതുപ്രകടനം എല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ അതൊരു പ്രത്യേക മതവിശ്വാസത്തെ അനിവാര്യമാക്കാത്തതായിരിക്കണം. അതുകൊണ്ട് ആരെങ്കിലും വന്ദേ മാതരം മുഴുവനായി പാടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും പാടാം. അതിനെ ചരിത്രപരമായ ഒരു ദേശഭക്തി ഗാനമായി കാണുന്നവർക്കും അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ മുഴുവൻ പാടിയില്ലെങ്കിൽ നീ ദേശവിരുദ്ധനാണ് എന്ന സമീപനമാണ് പ്രശ്നം. കാരണം ദേശസ്നേഹം ഒരു പാട്ടിന്റെ വരികളിലൂടെ മാത്രം അളക്കാൻ കഴിയില്ല. രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മതപരമായ പ്രതീകം ഉൾക്കൊള്ളുന്ന വരികൾ പാടാൻ അസൗകര്യമുണ്ടാകാം. അതുകൊണ്ട് അയാൾ ഇന്ത്യയെ സ്നേഹിക്കുന്നില്ലെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ മറ്റൊരാൾ അതേ ഗാനം അഭിമാനത്തോടെ മുഴുവനായി പാടുന്നു എന്ന കാരണത്താൽ അയാളെ മതാധിഷ്ഠനാണെന്നും പറയാനാകില്ല. ഇരുവർക്കും അവരവരുടെ സ്വാതന്ത്ര്യം വേണം. ഇതാണ് ഭരണഘടനാപരമായ ഇന്ത്യയുടെ അടിസ്ഥാന ആശയം. ദേശീയ ഐക്യമുണ്ടാക്കേണ്ട ഗാനങ്ങളും മുദ്രാവാക്യങ്ങളും ഒരു സമൂഹത്തെ ഒന്നിപ്പിക്കാണ് ഉപയോഗിക്കേണ്ടത്. ആരാണ് യഥാർത്ഥ ദേശസ്നേഹി എന്ന് പരിശോധിക്കാനുള്ള പരീക്ഷയായി ഉപയോഗിക്കേണ്ടതല്ല. അതുകൊണ്ട് വന്ദേ മാതരത്തെ എതിർക്കുക എന്നതല്ല വിഷയം. അതിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ അംഗീകരിച്ചുകൊണ്ട് മുഴുവൻ വരികളും എല്ലാവരും നിർബന്ധമായി പാടണമെന്ന ആവശ്യം ചോദ്യം ചെയ്യുക എന്നതാണ് വിഷയം. കാരണം ഇന്ത്യയെ സ്നേഹിക്കാൻ ഒരു രീതിയിൽ പാടണമെന്നില്ല. ഒരേ പതാകയ്ക്ക് കീഴിൽ നിൽക്കാൻ ഒരേ മതം വിശ്വസിക്കേണ്ടതില്ല. ഒരേ രാജ്യത്തെ സ്നേഹിക്കാൻ ഒരേ വാക്കുകൾ നിർബന്ധമായി ഉച്ചരിക്കേണ്ടതില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വൈവിധ്യത്തെ ബഹുമാനിക്കുന്ന ദേശസ്നേഹം. വന്ദേ മാതരം ഇപ്പോഴല്ല ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ടത്. 1950 മുതൽ തന്നെ വന്ദേ മാതരം ദേശീയ ഗീതമാണ്. അതിലെ ആദ്യത്തെ 2 വരികളാണ് അംഗീകരിച്ചിട്ടുള്ളത്. അത് പാടുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ബുദ്ധിമുട്ടില്ല. ഇതിനു മുമ്പ് അതിനെതിരെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മുഴുവനും പാടണം എന്ന നിർബന്ധമായ കാര്യങ്ങൾ പറയുന്നത് പ്രത്യേക രാഷ്ട്രീയം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.